ഹലോ കൂട്ടുകാരെ, വീട്ടിലേക്ക് കൂട്ടുന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? കുറച്ച് പയറും 2 സവാളയും 2 പച്ചമുളകും മാറ്റി വെച്ചിരിക്കുന്നു. ഇത്ര ഐറ്റം വെച്ചിട്ടാണ് നമ്മളിന്ന് പാചകം ചെയ്യാൻ പോകുന്നത്. ഒട്ടും സമയം കളയാതെ പാചകത്തിലോട്ട് കടക്കാം. ആദ്യം നമുക്കിന്നെ നല്ലവണ്ണം കഴുകിയിട്ട് അതിനെ കട്ട് ചെയ്ത് മാറ്റാം. ഞാൻ നീളം വാക്കിനാണ് കട്ട് ചെയ്തത്. ഇതുപോലെയാണ് നിങ്ങളും കട്ട് ചെയ്യുക. ഇനി ഗ്യാസ് അടുപ്പ് കത്തിച്ചിട്ട് ഒരു ചീനിച്ചട്ടി എടുത്ത് കഴുകി വെച്ച് കൊടുത്തിട്ട് അത് ചീനിച്ചട്ടി ചൂടാകുമ്പോൾ ശകല എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതാണ് അളവ്. വളരെ കുറച്ച് മതി, കൂടുതൽ വേണ്ട, നമുക്ക് കുറച്ച് മതി. എണ്ണ ഒന്ന് ചൂടാകുമ്പോഴത്തേന് നമുക്ക് ശകല കടുകിട്ട് പൊട്ടിക്കുക. കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ച പയറും സവാളയും മുളകും ഇട്ട് കൊടുക്കാം. എല്ലാം മുഴുവനായി ചേർത്തതിന് ശേഷം ഒരു സ്പൂൺ കൊണ്ട് നമുക്ക് ഇളക്കിയിട്ട് കൊടുക്കാം. കുറച്ച് നേരം ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കൊരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചതിന് ശേഷം വീണ്ടും നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് വെളുത്തുള്ളി എടുത്ത് കഴുകി ചതച്ച് ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി ഇളക്കിയിട്ട് കൊടുത്തിട്ട് അടച്ച് വെച്ച് വേവിക്കാം. ഇനി അടപ്പെടുത്ത് നമുക്ക് നോക്കാം എന്ത് പരുവായെന്ന്. എനിക്ക് ആവശ്യമുള്ള പരുവത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഒന്നുകൂടി ഇളക്കി കൊടുത്തതിന് ശേഷം ആവശ്യമുള്ള പൊടി ഇട്ട് കൊടുക്കാം. ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നു. അതിനുശേഷം കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നു. നമ്മൾ 2 മുളക് കീറിയിട്ടിട്ടുണ്ട്, പച്ചമുളക്. അടുത്തത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നു. പിന്നെ കുറച്ച് കറിവേപ്പില കഴുകിയിട്ട് കൊടുക്കുന്നു. നമുക്ക് എല്ലാം ഇതിനെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇതെല്ലാം ഇളക്കിയിട്ട് കൊടുത്തല്ലോ, ഇനി അടപ്പ് വെച്ച് അടച്ച് വേവിച്ചെടുക്കാം. നമ്മൾ ആവശ്യമുള്ള സമയത്ത് എത്ര വേവിച്ച് എടുത്തിട്ടുണ്ട്. നമുക്ക് അടപ്പെടുത്ത് നോക്കാം എന്താണ് പരുവമെന്ന്. അങ്ങനെ നമുക്ക് നല്ല പരുവത്തിൽ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതാണ് മെഴുക്കിൻ്റെ പരുവം. ഇതാണ് മെഴുക്ക് പുരട്ടി. ഇത് വെറും മെഴുക്ക് പുരട്ടിയല്ല, ഇതാണ് പയറ് മെഴുക്ക് പുരട്ടി. നമുക്കിപ്പം നല്ലപോലെ ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട്. എന്നാലും കുറച്ച് നേരം കൂടി നമുക്കിത് ഇളക്കിയിട്ട് കൊടുത്തുകൊണ്ടിരിക്കണം. നമ്മുടെ പാചകം കാണുന്ന എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു പാചകവുമായി വീണ്ടും കാണാം. ടാറ്റ, ബൈ ബൈ.